സംഘപരിവാർ ഹിഡൻ അജണ്ടയുടെ മൂർച്ച കൂട്ടിയാണ് ജെപിസിയിലൂടെ പുറത്തുവരുന്നതെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ജെപിസി റിപ്പോർട്ട് കൂടുതൽ അപകടകരമാകും. പ്രതിപക്ഷ എംപിമാരെ ജെപിസിയിൽ അവഗണിച്ചു. സർക്കാരാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാരെന്നും ബില്ല് പാസാക്കിയാൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ഇ.ടി. മീഡിയ വണിനോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിന് മേലുണ്ടായ ജെപിസി വളരെ വേഗത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ മുസ്ലിം ലീഗ് എം പി ഇ.ടി. മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് വളരെ അതിവേഗത്തിലാണ് ഈ തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുന്നു, അതേപോലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. എല്ലാം നാടകീയമാണ്, ക്രൂരമാണ്. ആദ്യ തുടക്കത്തിൽ തന്നെ ഇവർ പറഞ്ഞു ഈ ഇതിൽ പാസ്സാക്കണം, ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാനത്തിൽ പാസ്സാക്കണം. അതിൻ്റെ ഇടയിൽ ആർക്കെന്താ പറയാനുള്ളത്, എന്താ തെളിവ്, എന്താ വിശദീകരിക്കാനൊന്നും സമ്മതിച്ചില്ല. മന്ത്രിമാർ എം എൽ എയും എം പിമാർ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടി പോലും വന്നിട്ടില്ല. അപ്പോൾ അവരോടെല്ലാം തന്നെ ആദ്യം തന്നെ അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ എം പിമാരുടെ സ്വരം പാടെ നിഷേധിച്ചിട്ട് ഇവർക്ക് വേണ്ട വിധത്തിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടായിരുന്നേക്കാൾ വലിയ അപകടം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിലുണ്ട്. ഒരു പോട്ട് അന്യാധീനപ്പെട്ട് പോയാൽ അത് ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ, അത് മറ്റ് കേസിലും കുറ്റത്തിലൊക്കെ കുടുങ്ങുമായിരുന്നു. അപ്പോൾ ഒഴിപ്പിക്കൽ നടപടി റംസാൻ ഖാൻ്റെ ഇതിൽ അത് വളരെയധികം എളുപ്പമായി തീർന്നിരുന്നു. അത് ലീസിന് കൊടുക്കുന്നത് പോലുള്ള കാര്യം, അതായത് നിങ്ങൾ ഒരു വഖഫ് സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ, ലീസിന് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വില വേണം, അങ്ങനെ ഒരുപാട് ക്ലോസ് ഉണ്ടായിരുന്നു. അതെല്ലാം എന്ത് ചെയ്യും, അന്നത്തേലുണ്ട് അത് റിപ്പീൽ ചെയ്യണം, അതൊക്കെ പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ അവർക്ക് കടന്നു കയറാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പിന്നെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും വലിയ കയ്യേറ്റക്കാർ സർക്കാരാണ്. സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കാനുള്ള സംവിധാനം ഇനി സാധ്യമേ ആവില്ല. ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. ഗവൺമെൻറ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അത് സർക്കാരിൻ്റേതായി. ഇതാണ് കൊണ്ടുവന്നു, അവരിഷ്ടം പോലെയാക്കി. കടം കഴിക്കാൻ വേണ്ടി ജെപിസിൻ്റെ മുമ്പാകെ പോയി ഞങ്ങൾ രാജ്യമാകെ തെളിവെടുപ്പ് നടത്തിയില്ലേ എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് ഇതിനെ വെള്ള പൂശാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഇവരുടെ ഹിഡൻ അജണ്ട കുറച്ചുകൂടി മൂർച്ച കൂട്ടി ഇതിൽ കയറ്റാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശക്തിയായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ വിചാരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഈ നിയമം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും. പാർലമെൻറ്റിൽ ശക്തിയായിട്ട് ഫൈറ്റ് ചെയ്യും. സുപ്രീം കോടതിയിൽ തന്നെ പോകാൻ നോക്കും. അത് ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കും. മറ്റ് പാർലമെൻറ്റിൽ ചെയ്യേണ്ട എതിർപ്പുകളും കാര്യങ്ങളും അതേ സ്വഭാവം ചെയ്യും. എത്ര തിടുക്കപ്പെട്ട് നിയമം പാസ്സാക്കിയെങ്കിൽ പോലും ആ നിയമത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. കാര്യം ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിയമമാണ് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എല്ലാ ശക്തിയും ഉപയോഗിച്ച് തന്നെ എതിർക്കും. അത് നിയമത്തിൻ്റെ രീതിയിലാണെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ പോയി അതിനെ എതിർക്കും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.